ചോളം പുഴുങ്ങിയെടുക്കാം. അതിന് നമ്മൾ രണ്ട് ചോളം മാറ്റാൻ വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിന് ഇതെല്ലാം പൊളിച്ച് കളഞ്ഞ് അതിന് കുക്കറിൽ വെച്ച് നമുക്കൊന്ന് ഉപ്പുമൊക്കെ ഇട്ട് വേവിച്ചെടുക്കാം. അതിൻ്റെ തൊലിയെല്ലാം പൊളിച്ചെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് കഴുകി കുക്കറിനകത്താക്കാം. നമ്മൾ ചോളത്തിന് 4ആയിട്ട് ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട്. വലുതായിട്ട് ഇതിൽ നിൽക്കില്ല. അതുകൊണ്ട് നമ്മൾ ചെറിയ കുക്കറായതുകൊണ്ട് 4 കഷ്ണമായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു കപ്പ് വെള്ളം വീത്തി കൊടുത്തിട്ടുണ്ട്. കപ്പ് വെള്ളം വീത്തിയിട്ടുണ്ട്. ഒരു ശകലം കൂടെ വെള്ളം വീത്തി കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അടച്ച് വയ്ക്കാം. അടുപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 4-5 വിസിൽ കേൾക്കുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. 4 മണിക്കുള്ളത് മാഗി ഉണ്ടാക്കാം. നമ്മൾ ചെറിയൊരു പാത്രം എടുത്ത് അടുപ്പ് വെച്ചിട്ടുണ്ട്. നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ ചോളം വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം അത് വേവണം തന്നെ നമുക്ക് ഇതിനെയും കൂടെ ശരിയാക്കി എടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കൊരു ശർക്കര വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ എല്ലാവരെയും ചെയ്യാം. ശർക്കര വെളിച്ചെണ്ണ പൊട്ടിയിട്ട് നമുക്കൊരു കപ്പ് വെള്ളം വെട്ടിക്കൊടുക്കാം. നമുക്ക് സാധനം ഇത്ര ഉള്ളത് കൊണ്ട് ഒരു കപ്പ് കൂടി വീട്ടി കൊടുക്കാം. അല്ലെങ്കിൽ തികയില്ല. 2 കപ്പ് വെള്ളമാണ് മൊത്തത്തിൽ. ചോളത്തിന് 4 വിസിലായിട്ടാണ്. ഒന്ന് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പൊടി മസാല, ഇതിൻ്റെ മസാല എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. മസാല എല്ലാം കൂടി വെള്ളത്തിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് എല്ലാം കൂടെ നല്ല മിക്സിങ് ആയിട്ട് നമുക്ക് മാഗി എടുത്തിട്ട് കൊടുക്കാം. അത് വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കതെല്ലാം ഇട്ട് കൊടുക്കാം. പീസായിട്ടിരിക്കുന്ന നമുക്ക് ഇതാക്കി ഇടാം. കാണിച്ചാൽ മതി. അത് വെള്ളത്തിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് ഇത് ആവണം. അപ്പോൾ കിണ്ടിയെടുക്കാം നമുക്ക്. മാഗി ആയിട്ടുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചോളം വേവിക്കാൻ വെച്ചത് വെന്തിട്ടുണ്ട്. നമുക്കിനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് പാത്രം വേവിച്ച് നല്ല വെച്ചിട്ട് നമുക്ക് ഇതിൽ ശകലം ഒരു ചെറിയൊരു മസാല ഇട്ട് കൊടുക്കാം. നാരങ്ങ നീരും മുളക് പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്ന് മാഗിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ അതൊന്ന് കഴിച്ചു നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്, കൊള്ളാവോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാം. ഉപ്പൊക്കെ ഉണ്ട്. ഉപ്പൊക്കെ ഉണ്ട്. ഉപ്പ് നമ്മൾ ഇട്ടില്ല. ഉപ്പ് എല്ലാം ഉണ്ട്. കറക്റ്റ് തന്നെ ഉപ്പൊക്കെ. കുഴപ്പമില്ല, കൊള്ളാം.
ചോളം വേവിച്ചത്, അതിൻ്റെ കൂടെ നാരങ്ങ നീരും മുളക് പൊടിയും കൂടി ശകലം ഉപ്പും കൂടി മിക്സ് ചെയ്ത് അപ്പോൾ നമുക്ക് എല്ലാത്തിലുമായിട്ട് ശേഖരിച്ച് എല്ലാത്തിലുമായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കൊള്ളാമെന്ന് നോക്കാം. ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ചൂടും നല്ല ടേസ്റ്റും. നാരങ്ങ നീരൊക്കെ പിടിച്ച് അടിപൊളി, നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ്. വീട്ടിൽ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ. സെറ്റ്. ഇപ്പം നമ്മൾ അമ്പലമുക്ക് പുറത്തനൊക്കെ പോകുന്ന റോഡാണ്. അവിടുത്തെ കാഴ്ചകളെല്ലാം നമുക്ക് കാണാൻ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും. ഇന്ന് നല്ലൊരു മഴ ഉണ്ടായിരുന്നു രാവിലെ. അപ്പോൾ ആ മഴയെല്ലാം കഴിഞ്ഞിപ്പോൾ ഒന്ന് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അടുത്തൊരു മഴ നല്ല ശക്തമായിട്ട് ഇരുണ്ട് മൂടി വരികയാണ്. അപ്പം ആ പോകുന്ന റോഡിലുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചെറിയ വീടുകളും വലിയ വീടുകളും എല്ലാം ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴി നോക്കുവാനായിട്ട് അല്ല, ഇവിടെ ഗ്യാസിൻ്റെ വണ്ടി വന്ന് കിടക്കുന്നതാണ്. നിറച്ചും വീടുകളുണ്ട്. നമ്മൾ കിടക്കണമെന്ന് പോകുന്ന റോഡാണ്. ഇവിടുന്ന് അമ്പലമുക്കുന്ന കിടക്കണമെന്ന് ജാതിക്കായുടെ മരങ്ങൾ നിൽക്കുന്നതെല്ലാം കാണാം. പിന്നെ ഈ സൈഡുകളിലൊക്കെ വീടുകൾ. പൂ പൂത്ത് വയ്ക്കുന്നുണ്ട്. അത് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. അതായത് ഈ തെങ്ങ് നിൽക്കുന്നത് തെങ്ങൊക്കെ നല്ല പൈക്ക് പൂക്കം. പുറത്തിനൊന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ പെട്രോൾ പമ്പുണ്ട്. ആ പെട്രോൾ പമ്പിൻ്റെ അടുത്തുള്ള സ്റ്റേഷനൊക്കെ ഇങ്ങോട്ടാണ്. അപ്പം ആ പോകുന്ന റോഡിലെ കാഴ്ചകളാണ്. വെയിൽ നല്ലതായിട്ടൊന്ന് അടിച്ചിട്ടുണ്ട്. കാഴ്ചകൾ വരുമ്പോൾ ഒപ്പം കാറ്റാണ്. കട അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സഹകരണ ബാങ്ക്, പിന്നെ ഒരുപാട് ഇങ്ങനെയൊക്കെയുള്ള കടകളൊക്കെ ഇവിടെ ഒരു റംബൂട്ടാൻ കട ഇതെല്ലാം ഉണ്ട്. കുറേ മാവ്, പ്ലാവ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ വന്നു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ഇതായിട്ടൊക്കെ ഉള്ളൊരു കടയാണ്. നമ്മളെ കുടപ്പനക്കുള്ളിൽ കാണാം. ഭാഗത്താണ് റോഡ് സൈഡിൽ കിടക്കുന്ന ഭാഗത്ത്. ഇതാണ് നമ്മുടെ സിവിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഈ കാണുന്നതാണ് സിവിൽ സ്റ്റേഷൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അതിൻ്റെ കവാടമാണ് കാണുന്നത്. റോഡുകളെല്ലാം കാണാം. മരങ്ങൾ ഇതാണ് നമ്മുടെ കുടപ്പനക്കുന്ന് സിവിൽ സ്റ്റേഷൻ്റെ സ്ഥലം. നമ്മൾ പള്ളിമുക്ക് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതുണ്ട് പഴയ പള്ളിമുക്ക് എന്ന് പറയുന്നത്. അങ്ങോട്ട് പോകുന്ന റോഡാണ്. കുടപ്പനക്കുന്ന് അങ്ങോട്ടൊക്കെ വരാൻ പട്ടപ്പാറ പോകാം. ആ റോഡൊക്കെയാണ് പള്ളയ അങ്ങനെ പോകുന്ന റോഡാണ്. ആ ഭാഗത്തുള്ള ആണ് ഈ കാണുന്നത്. അത് നമ്മൾ വഴയിലേന്ന് വന്ന് കയറുന്ന റോഡ്. നേരെ വട്ടപ്പാറയ്ക്ക് പോകുന്ന റോഡ്. അടുത്ത് വേണ്ട ഈ ഇതിനകത്ത് നമ്മൾ പോകുന്നത്. ഇതിനകത്ത്
കണ്ട പൂക്കളൊക്കെ പൂത്ത് കിടക്കുന്നുണ്ട്. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല രസമുണ്ട് പൂക്കൾ പൂത്ത് കിടക്കുന്നത്. അതുപോലെ ഈ സൈഡിലും പൂക്കളൊക്കെ പൂത്ത് കിടക്കുന്നുണ്ടോ, അടിപൊളിയാണ്. കണ്ടോ ഇതിലെ കൂടി ഒരു ചാല് ഒഴുകുന്നുണ്ട്. കണ്ടോ ചെറിയൊരു ചാല്, നീർച്ചാല്, ഒരു ഓട പോലെ. കണ്ടോ ഇതിവിടെ വാഴക്കൃഷികളാണ് കൂടുതലും. വേണ്ട ഈ സൈഡുകളിലൊക്കെ നോക്കുമ്പം വാഴ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇഷ്ടംപോലെ കാണാം ഈ സൈഡുകളിൽ, ഈ ഭാഗത്തൊക്കെ. അതുപോലെ ഈ സൈഡ് ഒരു ഓടയാണ് ഈ ഭാഗങ്ങളിലല്ല. വേണ്ട ഇടത്തെ സൈഡിൽ ഒരു ഓടയുണ്ട്. പിന്നെ മുൾച്ചെടി പോലത്തെ സാധനമാണ് കിടക്കുന്നത്. ആ കാണുന്നത് ഈ ഉടമുള്ള് പോലത്തെ ഒരു സംഭവമാണത്. എലിമുള്ള് ഉടമുള്ളല്ല, എലിമുള്ള് എന്ന് പറയുന്നൊരു സംഭവമാണ്. ഇവിടെ വാഴ, തെങ്ങ്, കരിങ്ങാലിയുടെ ഇതാണ് വേണ്ട ഈ മരം കാണുന്നത്, ചെറിയ മരം. വേണ്ട ചെറിയ തെങ്ങൊക്കെ കാഴ്ചയെടുക്കുന്നതുണ്ട്. ഈ സൈഡിലൊക്കെ വെറുതെ സ്ഥലങ്ങൾ കാട് പിടിച്ച് കിടക്കുക. അടുത്തൊരു വീഡിയോയുമായി നാളെ വീണ്ടും നമുക്ക് കാണാം.